നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. കോൺഗ്രസിനെയും UDF-നെയും വരുന്ന രണ്ട് തെരഞ്ഞെടുപ്പുകളിലും പൂട്ടാനുള്ള ഒരു വജ്രായുധം മുഖ്യമന്ത്രി പിണറായി വിജയൻ എടുത്ത് പ്രയോഗിച്ചു തുടങ്ങി. UDF-ഉം കോൺഗ്രസും ജമായത്തെ ഇസ്ലാമിയുമായി ഉണ്ടാക്കിയെന്ന് CPM ആരോപിക്കുന്ന തെരഞ്ഞെടുപ്പ് ബന്ധത്തെക്കുറിച്ചാണ് വരുന്ന ദിവസങ്ങളിലെല്ലാം ഇനി CPM നേതൃത്വം വൻ പ്രചാരണം അഴിച്ചുവിടാൻ പോകുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ആദ്യത്തെ പത്രസമ്മേളനം നടന്നത് എറണാകുളം പ്രസ് ക്ലബ്ബിലായിരുന്നു. അവിടെ വെച്ച് മുഖ്യമന്ത്രി കൃത്യമായി പറഞ്ഞു, UDF-ഉം ജമായത്തെ ഇസ്ലാമിയും തമ്മിലുള്ള തെരഞ്ഞെടുപ്പ് ബാന്ധവം കേരളത്തിൻ്റെ മതേതര സ്വഭാവത്തെ തകർക്കുന്നതാണ്. UDF-ഉം ജമായത്തെ ഇസ്ലാമിയും പോലുള്ള മതരാഷ്ട്രവാദികളും തമ്മിൽ യോജിക്കുമ്പോൾ കേരളത്തിൻ്റെ മതേതരത്വത്തിൻ്റെ അടിസ്ഥാന ശില തന്നെ അവിടെ തകർന്ന് തരിപ്പണമാകുമെന്നും BJP-ക്കും ഹിന്ദുത്വ രാഷ്ട്രീയത്തിനും അത് പുതിയ സ്വാധീനങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കുമെന്നും അങ്ങനെ UDF-ഉം ജമായത്തെ ഇസ്ലാമിയും പരോക്ഷമായും പ്രത്യക്ഷമായും BJP-യെയും RSS-നെയും സഹായിക്കുകയാണെന്നുമാണ് പിണറായി വിജയൻ പറഞ്ഞത്. ഇനി വരുന്ന രണ്ട് തെരഞ്ഞെടുപ്പുകളിലും ഇടതുമുന്നണിയുടെയും CPM-ൻ്റെയും പ്രധാന തെരഞ്ഞെടുപ്പ് ആയുധം UDF ജമായത്തെ ഇസ്ലാമി ബന്ധമായിരിക്കും. ഇക്കാര്യത്തിൽ മുസ്ലിം ലീഗിനെ പേരെടുത്ത് പറഞ്ഞ് അദ്ദേഹം ആക്രമിച്ചില്ല, മറിച്ച് കോൺഗ്രസും UDF-ഉം ജമായത്തെ ഇസ്ലാമി പോലുള്ള മതരാഷ്ട്രവാദികളുമായി കൈകോർക്കുന്നത് വലിയ തോതിലുള്ള കുഴപ്പങ്ങൾ, മതേതര സ്വഭാവത്തിന് വലിയ തോതിലുള്ള ഇടർച്ചകൾ കേരളത്തിൽ ഉണ്ടാക്കുമെന്നും അത് ജനാധിപത്യ കക്ഷികളും മതേതര വിശ്വാസികളും ഒരുമിച്ച് നിന്ന് തടയണമെന്നുമാണ് ഇന്ന് പിണറായി വിജയൻ പറഞ്ഞത്. ജമായത്തെ ഇസ്ലാമിയെക്കുറിച്ചുള്ള ചോദ്യത്തിന് 15 മിനിറ്റോളം താൻ എഴുതിക്കൊണ്ടുവന്ന ഒരു പ്രസ്താവന മുഖ്യമന്ത്രി പിണറായി വിജയൻ വായിക്കുകയായിരുന്നു. അതിൽ അദ്ദേഹം പറയുന്നു, ജമായത്തെ ഇസ്ലാമി എന്നത് പൂർണ്ണമായും മതരാഷ്ട്രം സ്ഥാപിക്കാൻ നടക്കുന്ന ഒരു സംഘടനയാണ്. ആ സംഘടനയുടെ രാഷ്ട്രീയ പാർട്ടിയായ വെൽഫെയർ പാർട്ടിയുമായി കോൺഗ്രസും UDF-ഉം ഒളിഞ്ഞും തെളിഞ്ഞും ബന്ധമുണ്ടാക്കിയിട്ടുണ്ട്. ആ ബന്ധം അടിസ്ഥാനപരമായി സഹായിക്കുക കോൺഗ്രസിനെയല്ല, മറിച്ച് BJP-യെയും സംഘപരിവാറിനെയുമാണ്. RSS ഹിന്ദു രാഷ്ട്രം ഉണ്ടാക്കാൻ നടക്കുമ്പോൾ അതിന് ബദലായി ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കാൻ നടക്കുകയാണ് ജമായത്തെ ഇസ്ലാമി. ഇത് രണ്ടും ഒരു മതേതര സമൂഹത്തിന് ഭീഷണിയാണ്. അതുകൊണ്ട് ജനങ്ങൾ UDF ജമായത്ത് ബന്ധത്തെ വരുന്ന രണ്ട് തെരഞ്ഞെടുപ്പുകളിലും പൂർണ്ണമായും തള്ളിക്കളയുമെന്നാണ് ഇന്ന് പിണറായി വിജയൻ പറഞ്ഞത്. ഇതിൻ്റെ അന്തരാർത്ഥം മറ്റൊന്നുമല്ല, വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഹൈന്ദവ വോട്ടുകൾ തങ്ങളുടെ പക്ഷത്ത് ഏകീകരിക്കാൻ ഈ ജമായത്ത് വിഷയം CPM ആയുധമാക്കും എന്ന് തന്നെയാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. എന്ന് വച്ചാൽ വരുന്ന രണ്ട് തെരഞ്ഞെടുപ്പുകളിലും ലീഗിനെയും കോൺഗ്രസിനെയും പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് അവരുടെ മുസ്ലിം സംഘടനകളെ, പ്രത്യേകിച്ച് ജമായത്തെ ഇസ്ലാമി പോലുള്ള വർഗീയ സംഘടനകളെന്ന് CPM വിളിക്കുന്ന സംഘടനകളുമായുള്ള ബാന്ധവത്തെ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നുകാട്ടും. തുറന്നുകാട്ടുക എന്ന് വെച്ചാൽ ഇത് ഉപയോഗിച്ചുകൊണ്ട്, ഈ ജമായത്ത് UDF ബന്ധം ഉപയോഗിച്ചുകൊണ്ട് ഹൈന്ദവ വിശ്വാസികളെ പരമാവധി തങ്ങളിലേക്ക് അടുപ്പിക്കുക. പിന്നെ ബാക്കിയുള്ള വോട്ടുകൾ അത് BJP-യിലേക്ക് പോകുന്നെങ്കിൽ പോയിക്കോട്ടെ, അപ്പോഴും അത് UDF-ന് വീഴില്ലല്ലോ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പിണറായി വിജയൻ മുന്നോട്ട് പോകുന്നത്. എന്ന് വെച്ചാൽ വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ ജമായത്ത് ഇസ്ലാമി UDF ബന്ധം കോൺഗ്രസിന് വലിയൊരു പാരയാകുന്ന വിധത്തിലുള്ള ഒരു രാഷ്ട്രീയ പ്രചരണമാണ് ഈ വരുന്ന രണ്ട് തെരഞ്ഞെടുപ്പുകളിലും CPM ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ സൂചന മുഖ്യമന്ത്രി ഇന്ന് വ്യക്തമായി നൽകി കഴിഞ്ഞു. അപ്പോൾ മുസ്ലിം ലീഗ് എന്ത് നിലപാടെടുക്കും എന്നുള്ള കാര്യത്തിൽ ഒരു വലിയൊരു പ്രതിസന്ധിയിലേക്ക് പോകുമെന്നാണ് CPM കരുതുന്നത്. കേരളത്തിൽ മുസ്ലിം മതവിശ്വാസികളിൽ 98% സുന്നി മുജാഹിദ് വിശ്വാസികളാണെന്നും അവർ ഒരിക്കലും ജമായത്ത് ഇസ്ലാമിയെ അംഗീകരിക്കില്ല എന്നും അവർ ഒരിക്കലും മതേതര നിലപാടുകൾക്ക് എതിരായി നിൽക്കുകയില്ലെന്നും വളരെ കുറഞ്ഞ ആളുകളായ, വളരെ ന്യൂനപക്ഷമെന്ന് വിളിക്കുന്ന ജമായത്തുകാരുമായി, മുസ്ലിം സമൂഹത്തിൽ യാതൊരു സ്വാധീനവുമില്ലാത്ത ജമായത്ത് ഇസ്ലാമിക്കാരുമായി കോൺഗ്രസും UDF-ഉം കൈകോർക്കുമ്പോൾ കോൺഗ്രസിൻ്റെയും UDF-ൻ്റെയും മതേതര സ്വഭാവം നഷ്ടപ്പെടുകയും അവർ എല്ലാ വിഭാഗങ്ങൾക്കും എതിരായി നിൽക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുകയും ചെയ്യുമെന്നാണ് പിണറായി വിജയൻ ഇന്ന് പറഞ്ഞത്. അതിൻ്റെ അർത്ഥം വളരെ ചുരുക്കി പറഞ്ഞാൽ UDF-ഉം കോൺഗ്രസും ജമായത്തെ ഇസ്ലാമിയുമായി രാഷ്ട്രീയമായി കൈകോർത്തത് അവർക്ക് തന്നെ വിനയാകുമെന്നും അതിൻ്റെ നേട്ടമുണ്ടാക്കുക CPM തന്നെ ആയിരിക്കുമെന്നാണ് ഭംഗ്യന്തരേണ ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്. ഏതായാലും വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ രണ്ടും ഈ ജമായത്ത് വിഷയം ഉയർത്തിക്കൊണ്ടുവരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിൽ, എറണാകുളം മുതൽ തിരുവനന്തപുരം വരെയുള്ള തെക്കൻ കേരളത്തിൽ, മധ്യ തെക്കൻ കേരളത്തിൽ ഈ ജമായത്ത് ഇസ്ലാമി UDF കോൺഗ്രസ് ബാന്ധവം ഒരു പുതിയ ചർച്ചാ വിഷയമാക്കി അതുവഴി വോട്ടുകളെ ഭിന്നിപ്പിച്ച് വോട്ടുകളെ പോളറൈസ് ചെയ്ത് CPM പക്ഷത്തേക്ക് കൂടുതൽ ഹൈന്ദവ വോട്ടുകളെ കൊണ്ടുവരിക എന്നൊരു തന്ത്രമാണ് ഇതിലൂടെ
പിണറായി വിജയൻ ലക്ഷ്യമിടുന്നത്.